വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ചിക്കൻ സ്പ്രിംഗ് റോൾസ് ആണ്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇടാം, 1/4 കപ്പ് കോൺഫ്ലോർ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിലെടുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്, ഒട്ടും കട്ടി പാടില്ല. കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ പാൻ കേക്ക്സ് ഭയങ്കര കട്ടിയായി പോകും. ഇപ്പം നമ്മളൊരു 10-12 ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/2 സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കുരുമുളകും ഉപ്പുമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അത് പ്രഷർ കുക്കറിലേക്ക് ഇടാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുത്താം. ഇപ്പം ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. 2 ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് കൊത്തി അരിഞ്ഞ കാബേജ് ചേർക്കാം. 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 കാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി, നമ്മൾ സോയ സോസ് ഒക്കെ ചേർക്കുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നമുക്ക്. ഇനി അതൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ സോയ സോസ് ഒഴിക്കാം. കുറച്ച് സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും, ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതി. പിന്നെ ഇത് രണ്ടും ഇടുമ്പോൾ കുറച്ച് നല്ല ചൈനീസ് ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വേവിച്ച മിക്സിയിലടിച്ച ചിക്കൻ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതിൽ നിന്ന് പിച്ചിയെടുത്ത് ഒന്ന് മിക്സിയിലടിച്ചെടുത്തതാണിത്. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് വളരെ തിന്നായിട്ട് ചെറിയൊരു തവി കൊണ്ട് നമുക്ക് പാൻ കേക്ക്സ് ചുട്ടെടുക്കാം. വളരെ തിന്നായിട്ട് ഇത് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളും. അത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് ഒരു സൈഡിൽ വെച്ച് 2 സൈഡിൽ നിന്നും കൂടെ മടക്കി താഴത്തുനിന്ന് പതുക്കെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഓരോ സ്പ്രിംഗ് റോൾസും മുട്ട മിശ്രിതത്തിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഓരോന്നും അങ്ങനെ മുട്ട മിശ്രിതത്തിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇനി ബ്രെഡ് ക്രംസിൽ നിന്ന് നേരെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് മുകളിലും കൂടെ തൂവെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് സ്പ്രിംഗ് റോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിടുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ നല്ല കാപ്സിക്കത്തിൻ്റെയും സെലറി സ്പ്രിംഗ് ഓണിയത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഇപ്പം നമ്മളുടെ സ്പ്രിംഗ് റോൾ റെഡിയായി വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണിത്. ഇപ്പോൾ നമ്മളുടെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.